ടേക്ക് അതോറിറ്റി, അധികാരം ഏറ്റെടുക്കുക. 2026 പറയുന്ന വാഗ്ദത്തങ്ങളെല്ലാം അധികാരത്തിൻ്റെയും അവകാശം ഏറ്റെടുക്കുന്നതന്നെ. 2025 കൃപയുടെ സമയമായിരുന്നു. ഇനി അധികാരത്തോടെ ഏറ്റെടുക്കാനുള്ള ദൈവം ബലം നമുക്ക് കൃപയും ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വാങ്ങിച്ചെടുക്കുക. ഇതൊക്കെ വിശ്വാസികളിൽ കർത്താവിനോട് ഒട്ടിയിരിക്കുന്നവർക്കാണ് ഈ വാഗ്ദത്തങ്ങൾ വരുന്നത്. ഒട്ടിയിടിക്കാത്തവർ പല പ്രാവശ്യം വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഒട്ടും. കാരണം കർത്താവ് മാറി നിൽക്കുന്നവനല്ല. നമുക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണാത്തത്, അല്ല ദൈവത്തിൻ്റെ കുഴപ്പമല്ല. അത് മനസ്സിലാക്കിയാൽ നമ്മൾ ഓടി യേശുവിൻ്റെ അടുക്കൽ ചെന്നിരിക്കണം. ചുമ്മാതാണേലും അപ്പച്ചൻ്റെ മുമ്പിൽ കുറച്ച് നേരം അങ്ങ് ഇരിക്കുക. വേദപുസ്തകം തുറന്നു വെച്ചിട്ട് അപ്പച്ചൻ്റെ അടുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് പറയുന്നത് യു മസ്റ്റ് ടേക്ക് അതോറിറ്റി. ഈ നമ്മൾ യെശയ്യാ പ്രവാചകൻ 8-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം 8-ന്റെ 9-10 എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ജാതികളെ കലഹിപ്പീൻ, തകർന്നു പോകുവിൻ, സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചുകൊള്ളുവീൻ. അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. കൂടിയാലോചിച്ചു കൊള്ളുവീൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞെടുപ്പീൻ, സാധ്യം ഉണ്ടാകത്തില്ല. ദൈവം ഞങ്ങളോടുകൂടി ഉണ്ടോ. ശത്രു ഉണ്ട്, നീ എന്നാ ബഹളം കാണിച്ചാലും എനിക്ക് പേടിയില്ല. അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയല്ലേ. നീ തകർന്നു പോകും. നമുക്കെതിരായിട്ട് നിൽക്കുന്ന ശത്രു ഇല്ലാതെയാകും. കുറഞ്ഞൊന്നു കഴിയുമ്പോൾ ഞാൻ നോക്കും, ദുഷ്ടനെ അവിടെ കാണുകയില്ല. പ്രാദേശികമായ പച്ച ചെടി പോലെ അവൻ പൊങ്ങി നിൽക്കും. സീസൺ കഴിയുമ്പോൾ അവൻ ഉണങ്ങിപ്പോകുന്നു. സീസൺ തീർന്നേ. കുറേ നാളായില്ലേ കഷ്ടപ്പെടുത്തുന്ന മനുഷ്യരെ. മതിയെന്ന് ദൈവമാണ് പറയുന്നത്. നമ്മളത് ഏറ്റെടുക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ യുദ്ധത്തിന് തയ്യാറാകുമ്പം അതിന് പറ്റിയ വാക്യം, ഇത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ? അത് വായിച്ചെടുത്ത് നമ്മുടേതാക്കാൻ. ജാതീയ സ്പിരിറ്റ് എന്ന് പറയുന്നത് സത്യദൈവത്തിനെതിരായിട്ടുള്ള ദുരാത്മാക്കൾ. അതിനെ മാറിപ്പോകട്ടെ. അങ്ങനെ ഒരു സ്ത്രീ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലത്ത്, നമുക്ക് വളരെ പരിചയമുള്ളവർ, അവർ തന്നെ താമസിച്ചവർ ആദ്യമൊക്കെ എൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് താമസിക്കാൻ പേടിയാണ്. അപ്പുറത്ത് അത് ചെയ്യുന്നു, അവർ ചാൻറ്റിങ് ചെയ്യുന്നു, അവരത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ നല്ല മിടുക്കിയായിട്ട് ആ സ്ഥലത്ത് നിൽക്കുന്നത് തന്നെ. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് മുൻപിൽ ഒരു ശക്തിക്ക്, കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ വലിയ ശക്തിയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഉരുകിപ്പോകും. അത് നമ്മൾ പറയണം. ഉരുകുന്നു. ഇത് പറയുമ്പോൾ ഉരുകിയാണ്. തീയിറങ്ങിയാണത്. തീയിറക്കി ഉരുക്കിക്കളയുന്ന ദൈവമാണ് കർത്താവ്. എത്ര ശക്തമായിട്ടല്ലേ കർത്താവ് സംസാരിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇതുപോലെ തന്നെ. ഇങ്ങനെ 22 വാക്യം കിടക്കുന്നു. ഈ ശത്രുവിനെ ദൈവം, എടോ, കർത്താവ് വിളിക്കുന്നത് കേൾക്കണം. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. നിന്നെ എടുത്ത് ദൂരെ കളയുന്നൊരു ദൈവം എൻ്റെ മുമ്പിലുണ്ട്. നീ അധികം നാൾ നിൽക്കത്തില്ല. അല്ല പറയും വചനം എടുത്ത് വായിക്കുന്നേ. നിന്നെ യഹോവ തൂക്കിയെടുത്ത്, ഇങ്ങനെയൊക്കെ വാക്യങ്ങളുണ്ടോയെന്ന് അതിശയമാണ്. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. അവൻ നിന്നെ ഒരു പന്ത് പോലെ വിശാലമായൊരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും. നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തിൻ്റെ ലജ്ജയായുള്ള, നീ ദുഷ്ടത ചെയ്ത് നിന്നെ പരിപാലിക്കുന്ന ഉടമസ്ഥനെതിരായിട്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുന്നതിന് പകരം അവനെതിരായിട്ട് നീ കൂട്ടുകെട്ടുമ്പം നീ ഉരുകിപ്പോകും. നിന്നെ ദൈവം എറിയും. നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തിൻ്റെ ലജ്ജയാണ്. ചില ജോലിക്കാരില്ലേ, വിശ്വസ്തത എന്ന് പറയുന്നത് കാണാനില്ല ഇപ്പോഴത്തെ കാലത്ത്. ഒരു നല്ല പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കൂടെ ഒരു ഫാമിലി കൂടെ നമ്മൾ അവരെ നോക്കും, അവർ നമുക്ക് ഒരുപോലെ സ്നേഹിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഫാമിലികളില്ല. ഒക്കെ ചതിവ് മാത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം പറയാണ്, നിന്നെ ഞാൻ എടുത്തു ദൂരെ എറിയുമെന്ന്. നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തിന് ലജ്ജയായുള്ളവയെ അവിടെ നീ മരിക്കും. നിൻ്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെ ആകും. എല്ലാം നശിച്ചു പോകുന്നു. ഞാൻ നിൻ്റെ ഉദ്യോഗത്തിൽ നീക്കുക. നിനക്ക് ഇന്ന് വന്ന പദവി പോലും എടുത്ത് കളയാം. എടുത്ത് മാറ്റട്ടെ അപ്പച്ചൻ. നിൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ദൈവം എടുത്ത് മാറ്റെന്ന് പറഞ്ഞാൽ മാറ്റിയത് തന്നെ. വചനം എടുത്ത് വായിക്കണം. കർത്താവ് ചെയ്ത് അത് കഴിഞ്ഞു. എപ്പോഴും ഓർക്കണം അനുഗ്രഹം. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു യുദ്ധമുണ്ട്. 1, 2 യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ വചനം എടുക്കണം. ജാതീയ സ്പിരിറ്റ്, ദൈവാത്മാവിനെതിരായിട്ടുള്ള ദുരാത്മാക്കളുടെ പിശാചിൻ്റെ സ്പിരിറ്റിനെ അടിച്ചു മാറ്റാൻ ഒരു യുദ്ധത്തിൽ കർത്താവിന് വചനം കൊണ്ട് വേണം ജയമെടുക്കാൻ. അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇങ്ങനെയാണ്. യെശയ്യാ 22:22
ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടക്കയില്ല. വെളിപ്പാടിൻ്റെ 3:7-8 ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ദാവീദിൻ്റെ താക്കോലുള്ളവൻ, അവിടെ തുടക്കം. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും, അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനം ആയിരിക്കും. ആയില്ലേ? ക്രിസ്തു വന്നില്ലേ? അപ്പച്ചനൊരു വാതിൽ തുറന്നതുകൊണ്ടല്ലേ നമ്മളൊക്കെ ദൈവത്തെ കണ്ട്, നമ്മുടെ ഹൃദയം തുറന്ന ദൈവം. ഇതിനൊക്കെ ഇതിൽ കൂടുതൽ എന്താ അനുഗ്രഹ ദൈവം തരേണ്ടത്? ദൈവത്തെ അറിയുക എന്നുള്ള, അതായത് ദൈവത്തെ വ്യക്തിപരമായിട്ട് സ്നേഹത്തിൽ അവനെ ആയ സ്ഥിതിയിൽ അറിയുന്ന ഭാഗ്യത്തോട് വേറൊന്നുമില്ല. ബാക്കിയെല്ലാം പുറകെ വരും, അതാ തന്നെ വന്നോളും. നമ്മളതിൻ്റെ പേടി നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമെന്നാണ് പറയുന്നത്. നമ്മളതിൻ്റെ പുറകെ ഓടണ്ട. അതിന് പകരം ഇപ്പോഴത്തെ ചെറുപ്പക്കാരോ, അയ്യോ രാവും പകലും അവർക്കൊരു കമ്പ്യൂട്ടറുണ്ട്, ഒരു മൊബൈലും ഉണ്ട്, പിന്നെ കുറേ കൂട്ടുകാരും ഉണ്ട്, പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ചൊരു കൂട്ടലുണ്ട്. ഇതാണ് ജീവിതം. അപ്പനെന്നില്ല അമ്മയെന്നില്ല. ഈ അടുത്ത ഇടയ്ക്ക് ഒരു കല്യാണം, ദാറ്റ് വാസ് ഡൺ ഇൻ എവിടെയായിരുന്നു, ഇറ്റലി വെച്ച് ഒരാളുടെ കല്യാണം, നമ്മുടെ തന്നെ റിലേഷനാണ്. ഒരു മനുഷ്യരെ വിളിച്ചിട്ടില്ല. അവരുടെ അപ്പൻ മരിച്ചു, പിന്നെ അമ്മയും പിന്നെ 2 സഹോദരന്മാരും, ബാക്കിയുള്ളവരെ അറിയിച്ചു പോലും ഇല്ല. ആവശ്യമില്ലല്ലോ. എന്തിന്? എന്നെ അനുഗ്രഹം വേണമെന്നില്ലല്ലോ, എൻ്റെ കഴിവ് കാണിക്കുക, എൻ്റെ മിടുക്ക്. ഒന്നുമില്ലായ്മയിൽ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വരൂപിച്ച് വെച്ച് മക്കളെ ഉയർത്തി കഴിയുമ്പോൾ മക്കൾക്ക് അപ്പനും അമ്മയോട് ബഹുമാനമില്ല, അവരുടെ വീട്ടുകാരെ മാനിക്കാൻ അറിയാൻ വയ്യ. എങ്ങോട്ടാണ് ഈ പോകുന്നത്? എവിടോട്ടാണ് ഈ പോകുന്നത്? അത് പറയുന്നത് നിന്നെ ഞാൻ എടുത്തു കളയുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത എല്ലാം മാറിപ്പോട്ടെ. അത് ദൈവം പറയുന്നത്, റേസ് ദ വാർ ക്രൈ യു നേഷൻസ് ആൻഡ് ബി ഷാറ്റേർഡ്. നീ ഒരു യുദ്ധത്തിന് ഡിക്ലെയർ ചെയ്യണം. നമ്മളോട് കർത്താവ്, നമുക്ക് പേടിയാണല്ലോ എല്ലാത്തിനും. കർത്താവ് സങ്കീർത്തനം 91 പറയുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ല. നോ ഈവിൾ ഷാൽ ബിഫോൾ യു നൈദർ ഷുഡ് എനി പ്ലേഗ് കം നിയർ. എന്നാൽ നിനക്ക് നിൻ്റെ ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധ. അതിനകത്ത് അസുഖങ്ങളുണ്ട്. എല്ലാവരും ഈ അസുഖത്തിനെ ഒരു ഐഡലായിട്ട് വെച്ചിരിക്കുക, ഒരു വിഗ്രഹം പോലെ. അസുഖമില്ലാത്ത വ്യക്തികളില്ല ഇപ്പം. ഏതെങ്കിലും ഒരു 4 പേര് കൂടുന്നിടത്ത് രോഗത്തിൻ്റെ സംസാരം തുടങ്ങിയാൽ എത്രയെല്ലാം കേൾക്കണം. പിന്നെ എത്രയെല്ലാം ആശുപത്രികളുടെ വിശേഷങ്ങൾ കേൾക്കണം. ഇത് പറയാനേ നേരമുള്ളൂ. നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ ആർക്കും കേൾക്കാൻ പോലും നേരമില്ല. ഒരു രോഗം വന്നാൽ നമുക്കൊരു 3 ദിവസം പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആളുകളില്ലാതായിരിക്കുക. നമ്മൾ സത്യത്തിൻ്റെ ആത്മാവിനെ മറന്നിട്ട് എവിടെയും ഇവൻ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും രോഗസൗഖ്യം തരേണ്ടത് യേശുവിൻ്റെ ജോലിയാണ്. മരുന്ന് കഴിച്ചു, ആ മരുന്ന് ഉപയോഗം നമ്മുടെ ശരീരത്തിന്. കഴിഞ്ഞ ദിവസം ഒരാളുടെ മരുന്ന് എന്തോ കഴിച്ചിട്ട് ദേഹം മുഴുവനും കറുത്ത രൂപത്തിൽ. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അർത്ഥം ഇത് വിഷമാണെന്ന് പറഞ്ഞു. വിഷമുള്ള മരുന്നുകൾ വിഷമമാണ്. വിഷമം എന്നല്ല, വിഷം, ദുഃഖമാണ്. ഇത് ആർക്കും വരാതിരിക്കട്ടെ. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കർത്താവ്, ഈ ബാധയൊന്നും നമ്മളെ തുടരുത്. അതാ പറഞ്ഞല്ലോ, ഒരു ബാധ നിൻ്റെ കൂടാരത്തിനകത്ത് അടുക്കത്തിൽ. ഉടനെ തന്നെ ആ വചനം, ഇപ്പോൾ ഒരു ഭയം വരുന്നുണ്ടെങ്കിൽ ഉടനെ ദൈവവചനം കൊണ്ട് അതിനെ നമ്മൾ മറുത്ത് നിൽക്കണം. മേലെഴുത്തെന്ന് പറയുന്നത്, നിനക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ എനിക്കെതിരായിട്ട് വരുന്നവനെ കർത്താവ് വെട്ടി മാറ്റും. കാരണം അവനെ ചുഴഞ്ഞിരുന്ന ബോൾ പോലെ വലിച്ചെടുക്കും. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോഴല്ല പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ കണ്ടിട്ടുണ്ട്, ഈ പിശാച് ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവിൻ്റെ വാലയിലോട്ട് പിടിച്ചിട്ട് ഒരു ഏറെറിയുമ്പോഴത്തേക്ക് എന്നോ ദൂരെയാണ് ചെന്ന് വീഴുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും വലിയ പ്രശ്നമില്ല. നമുക്കിത് പ്രശ്നമാണ്. ദുഷ്ടൻ അഴിഞ്ഞു പോകട്ടെ, അവൻ നശിച്ചു പോകട്ടെ, അവനെ നോക്കുമ്പോൾ ഇനി കാണത്തില്ല. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവം തമ്പുരാൻ യുദ്ധം ചെയ്ത് ജയമെടുക്കുന്ന ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. വിളിച്ചു പറ. യെശയ്യാ 54:17. എല്ലാ യുദ്ധത്തിൽ ജയിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. അവനുണ്ടാക്കുന്ന ആയുധം കൊണ്ട് അവൻ തന്നെ നശിച്ചു പോകും. വെറുതെ പറയുന്നുണ്ട്. വേറെടുത്ത് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ ദയാലുവോട് ദയാലുവാണ്, അവൻ വക്രനോട് വക്രത. ദൈവത്തിനറിയാം, കളിപ്പിക്കുന്നവനെ ദൈവം തന്നെ തൊട്ടുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പം നമ്മൾ നേരത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പലപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ചില പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷേ അതിനൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്മേൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം, കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചതാണല്ലോ. പിന്നെ കർത്താവ് ഒരു സമാധാനം തരും. ഒരു പീരിയഡുണ്ട്, ആ സമയം വരെയും താൻ പറയുന്നു വെയിറ്റ് ചെയ്യുമെന്ന് പറയും. കാരണം പക്ഷേ അത് എളുപ്പമല്ല. പക്ഷെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീക്ഷ്ണമായ ആഗ്രഹം ദൈവത്തോട് ഉത്തരം കിട്ടാൻ വേണ്ടി, മറ്റുള്ളവരോടല്ല, ദൈവത്തിൽ നിന്ന്. പിന്നെ പലപ്പോഴും മറ്റുള്ളവർക്ക് കൂടെ ചിലപ്പോൾ വചനം തന്നിരിക്കും, ഉപദേശം തന്നെ, അതൊക്കെ സെക്കൻഡറി. പക്ഷെ ആദ്യമേ ദൈവസന്നിധിയിൽ തന്നെ ചെല്ലണം. കർത്താവ് പറയുന്നത് നമ്മളെ ആത്മാവിൽ ജ്ഞാനമുള്ളവരായിരിക്കുവീൻ. ദൈവം കർത്താവ് തൻ്റെ ആത്മാവിനെ ഏലിയ പ്രവാചകൻ നേരത്തെ പ്രാർത്ഥിച്ചു, ദാനിയേൽ നേരത്തെ പ്രാർത്ഥിച്ചു, യേശു നേരത്തെ പ്രാർത്ഥിച്ചു. അങ്ങനെ നേരത്തെ പ്രാർത്ഥിക്കാനുള്ള കൃപ വിശുദ്ധന്മാർക്കുണ്ടായിരുന്നു. യേശു ക്രിസ്തുവും രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ പ്രവൃത്തിയിലും എൻ്റർ ചെയ്തത്. നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്? തന്നെ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഒരു ശക്തിയാണ് കർത്താവുമായിട്ടുള്ള ബന്ധം. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എങ്ങനെയാണ് തന്നെ പ്രാർത്ഥിക്കുന്നത്. അതൊരു ചോദ്യം എല്ലാവർക്കും മനസ്സിൽ. തന്നെ ഒരു കസേരയിൽ ഒരു വേദപുസ്തകം എടുത്ത് കയ്യിലെടുത്ത് വെച്ച് വായിക്കുക, ചുമ്മാ. അത് സങ്കീർത്തനം. ഇപ്പോൾ സങ്കീർത്തനം 142 കരച്ചിലിൻ്റെ ഒരു ഭാഗമാണ് 142. എൻ്റെ ദൈവമേ, ഞാൻ എന്നെ സങ്കടം അങ്ങ് അറിയിക്കുന്നു, എൻ്റെ യാചനയ്ക്ക് ഉത്തരം. ഇങ്ങനെ അങ്ങോട്ടങ്ങ് പറച്ചിലോട് അതൊരു 5 വട്ടമായിരുന്നു അങ്ങ് പ്രാർത്ഥിച്ച് ചുമ്മാ അത് കയ്യിൽ ആ വേദപുസ്തകം വെച്ചുകൊണ്ടങ്ങിരിക്കും. ഒരു 20 മിനിറ്റ് കഴിയുമ്പം അതിൽ നിന്ന് ഒരു വാക്യം പൊങ്ങി വരും. അതാണ് പിന്നെ ഉത്തരം. അല്ലാതെ ഈ നീണ്ടുപിടിച്ച പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഈ 1000 കാര്യങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഏതാ കിട്ടിയതെന്ന് എങ്ങനെ അറിയുന്നത്? ഒരു ക്ലാരിറ്റി വേണ്ടേ പ്രാർത്ഥനയ്ക്ക്? യേശു വ്യക്തമായിട്ട് നമ്മൾ വിചാരിക്കും യേശു അങ്ങോട്ട് വന്നിട്ട് വലിയ കൺവെൻഷനിലൊക്കെ നടക്കുന്ന ഒരു 10,000 പേരെ ഹീൽ ചെയ്യും. അതിപ്പോൾ നടക്കുന്നുണ്ടില്ലെന്ന് ഞാൻ. പക്ഷേ യേശുവിൻ്റെ കാലത്ത് യേശു ഓരോ വ്യക്തിയിൽ അനുഗ്രഹം കൊടുത്തത്. അത് ഈ ചോസൺ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പോയി കാണുമ്പോൾ യേശു വന്നിട്ട് ഓരോ വ്യക്തിയുടെയും രോഗങ്ങൾ സൗഖ്യമാക്കി വൈകിട്ടാകുമ്പോഴത്തേക്ക് തളർന്ന് നടക്കാൻ വയ്യാത്ത ക്ഷീണത്തിലാണ് വരുന്നത്. അപ്പം അമ്മ യേശുവിന് വെള്ളം കൊണ്ട് കൊടുക്കും. ശിഷ്യന്മാരിങ്ങനെ നോക്കിയിരിക്കും, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പുരുഷന്മാരായിട്ടായിരിക്കും. പക്ഷേ അമ്മ ഉടനെ തന്നെ അവർക്ക് യേശുവിന് വെള്ളം കൊണ്ട് കൊടുക്കുന്നതായിട്ടും ഭക്ഷണം കൊടുക്കുന്നതായിട്ടും, ഭക്ഷണം വയ്ക്കപ്പോഴും യേശു കഴിക്കുന്നത് ഞാൻ കാണുന്നില്ല. അങ്ങനെ ക്ഷീണിതനായിട്ടാണ് യേശു തിരിച്ചു. അപ്പം ദൈവം നമുക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്നുണ്ടെന്ന് ഓർക്കണേ. അവൻ്റെ സ്നേഹത്തിലിരിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകും. ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ നിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെയും നമ്മുടെ തലമുറകളെയും നിൻ്റെ സ്നേഹത്തിൽ ആകർഷിച്ച് നിനക്ക് വേണ്ടി ജീവിപ്പാൻ അവരെ ഒരുക്കണമേ. ഈ വർഷം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അനുഗ്രഹങ്ങളുടെ കലവറ ദൈവം തുറന്നു തരട്ടെ. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു. ഒരു യുദ്ധമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അപ്പച്ച. പക്ഷെ യുദ്ധത്തിൽ പലപ്പോഴും ഞങ്ങൾ ഭയം, ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യത്തിൽ അങ്ങ് ഭയപ്പെടുന്ന ഒരു സ്വഭാവം, അതെടുത്ത് കളയണമെങ്കിൽ വചനം വേണം. വചനം തന്നെയല്ല നിൻ്റെ സാന്നിധ്യം. അല്പനേരം നിൻ്റെ മുമ്പിൽ തനിയെ ഇരുന്ന് ആത്മാവിൽ തനിയെ ഇരിക്കാൻ പ്രയാസമുള്ളൊരു വേറൊരാളുടെ കൂടെ എങ്കിലും ഇരുന്ന് കുറച്ച് നേരം ദൈവത്തെ സ്തുതിച്ച് സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നിന്നെ ഇറക്കിക്കൊണ്ടുവരാൻ കർത്താവെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി എത്ര പറഞ്ഞാലും തീരത്തില്ല. എത്ര അടുത്തിരിക്കും തോറും നീ വീണ്ടും വീണ്ടും ആഴമേറിയത് പഠിപ്പിക്കുകയാണ്. നിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് യുദ്ധത്തിൽ ജയമെടുത്ത ഒരു ദൈവം, ജയവീരാളിയായിട്ട് നിൽക്കുന്നവൻ, ജയത്തിൻ്റെ കൊടി മുകളിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ ആ ഒരു അനുഗ്രഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അത് ഞങ്ങളുടെ തലമുറകൾക്ക് ഇട്ടുകൊടുക്കണം. ഒട്ടും ശക്തിയില്ല അപ്പച്ച. എങ്ങനെ ശക്തി വരാനാ? വചനം വായിപ്പിക്കത്തില്ല ഈ കാളപ്പിശാച്ച്. അവൻ്റെ തല തെറിച്ച് കളയണം. അറിഞ്ഞില്ലേ അപ്പച്ചൻ പറഞ്ഞില്ലേ, യെശയ്യായി പറഞ്ഞില്ലേ, നിന്നെ ഞാൻ എടുത്തു ദൂരെ എറിയുമെന്ന്. പന്ത് പോലെ എറിഞ്ഞ് മാറ്റപ്പച്ച അവനെ. അഴിഞ്ഞു പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തലമുറകൾ വേദപുസ്തകം വായിച്ചിട്ട് സത്യവെളിച്ചത്തിൽ തിരിച്ചു കടന്നു വരട്ടെ. അപ്പച്ചൻ വരെ തിരിച്ചു കൊണ്ടുവരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. വചനം അയച്ചാൽ മതി, പ്രവർത്തിക്കുമെന്ന് ഭൂതഗണങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നു. ഒരു സൈന്യം നമ്മുടെ കൂടെ ഉണ്ട് കർത്താവേ. അത് ജയിച്ച കൂട്ടത്തിലാണ്. അതിൻ്റെ പ്രവർത്തനം ഈ വർഷം ഞങ്ങൾ കാണും കർത്താവേ. അങ്ങനെ തന്നെ പ്രവർത്തിച്ച് തലമുറകളുടെ മേൽ ഐശ്വര്യം നിൻ്റെ ശാശ്വത ഭുജം വെച്ച് അവരുടെ ജഡത്തെ മുഴുവൻ കരിച്ചു കളഞ്ഞ് ആത്മാവിനെ തീ കത്തിച്ച് ജീവിപ്പിച്ച് കൊണ്ടുവരുന്നതിന് സ്തോത്രം. താവേ, കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു. ആത്മാവിൻ്റെ തീഷ്ണത മനുഷ്യൻ്റെ മേൽ വീണിട്ട് പരിശുദ്ധനായ ദൈവത്തിന് വേണ്ടി വേദപുസ്തകം എടുത്ത് വചനം പറയാൻ ഇട്ടയാക്കണമേ എന്ന് ഞങ്ങളുടെ തലമുറകളൊക്കെ വേദപുസ്തകം കയ്യിലെടുത്ത് നിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണം.
വരുത്തണമേ. അങ്ങനെ അപ്പച്ചൻ വസ്ത്രം ഉടുപ്പിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം കൊള്ളുന്നതിന് സ്തുതി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.